ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. വലിയൊരു സന്ദർഭത്തിനാൽ ദൈവത്തിനായ ദൈവത്തെ സ്തുതിക്കും. എൻ്റെ വചനങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നവർ മേൽ ദൈവത്തിൻ്റെ ആത്മാവ് പരിവർത്തിച്ച് എല്ലാവർക്കും ഇത് പ്രയോജനമായി തീരട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഭക്തി എന്ന വിഷയത്തെക്കുറിച്ചാണ് ഞാൻ അല്പമായി സംസാരിക്കുവാൻ ആഗ്രഹിക്കുന്നത്. ഗോഡ്ലിനെസ്. 2 പത്രോസ് 1 തുടങ്ങി 11 വരെയുള്ള ഭാഗത്ത് ഈ വിഷയം നമുക്ക് കാണുവാൻ കഴിയും. എങ്ങനെ ഭക്തി ലഭിക്കുന്നു? വിശ്വാസത്തോട് വീര്യം, വീര്യത്തോട് പരിജ്ഞാനം, പരിജ്ഞാനത്തോട് ഇന്ദ്രിയവും, ഇന്ദ്രിയത്തോട് സ്ഥിരതയും, സ്ഥിരതയോട് ഭക്തിയും, ഭക്തിയോടെ സഹോദര പ്രീതി കൂട്ടിക്കൊള്ളുവീൻ എന്ന് നമ്മൾ വായിക്കും. അത് നമ്മൾ കൂട്ടേണ്ടതാണ്. വിശ്വാസം എങ്ങനെയാണ് നമുക്ക് ലഭിക്കുന്നത്? നമ്മുടെ ദൈവത്തിൻ്റെയും രക്ഷിതാവായ യേശുക്രിസ്തുവിൻ്റെയും നീതിയാൽ വിലയേറിയ വിശ്വാസം ലഭിക്കുന്നു എന്ന് നമുക്ക് കാണുവാൻ കഴിയും. അത് ദൈവത്തിൻ്റെ ഒരു നീതിയാണ്. നമുക്ക് വിശ്വാസം ഉണ്ടാകാൻ കാരണം അത് ദൈവത്തിൻ്റെ ഒരു നീതിയാണ്. ആ നീതി നമ്മിൽ വെളിപ്പെടുവാൻ കാരണം ദൈവം നമ്മെ പഠിക്കുന്നത് കൊണ്ട്, നമ്മളെ അറിയുന്നത് കൊണ്ട്, നമ്മുടെ ആത്മീക വളർച്ചയ്ക്കും ഉയർച്ചയ്ക്കും വേണ്ടി നമുക്ക് ദൈവം നൽകുന്ന ഒരു നീതിയാണ് വിശ്വാസം. എല്ലാവർക്കും വിശ്വാസമില്ല. വിശ്വാസത്താലല്ലോ നിങ്ങൾ, കൃപയാലല്ലോ നിങ്ങൾ വിശ്വാസം മൂലം രക്ഷിക്കപ്പെടുന്നത്. അതൊരു കൃപയാണ്. കൃപയാണ് നീതി. ദൈവത്തിൻ്റെ കൃപയാണ് നീതി. ഹല്ലേലൂയ. നീതിയുള്ളവരെ ദൈവം നീതീകരിക്കും, അവരെ നീതിമാനെന്ന് വിളിക്കും. 2-ാം വാക്യത്തിൽ കൃപയാലും സമാധാനത്താലും നമ്മെ അനുഗ്രഹിക്കുന്നു. 3-ാം വാക്യത്തിൽ ജീവനും ഭക്തിക്കും വേണ്ടതൊക്കെയും നമുക്ക് ദാനം ചെയ്യുന്നു. 4-ാമത്തെ വാക്യം അവയാൽ നമുക്ക് വിലയേറിയതും അതിമഹത്വമായ വാഗ്ദത്തങ്ങളും നൽകിയിരിക്കുന്നു. ഇവയാൽ നാം ലോകത്തിൻ്റെ നാശം വിട്ടൊഴിഞ്ഞ് ദിവ്യ സ്വഭാവത്തിന് കൂട്ടാളികളായിത്തീരുന്നു. നമ്മുടെ ജീവിതത്തിലുണ്ടാകുന്ന ഈ ആത്മീകമായ വളർച്ചയും പരിവർത്തനമെല്ലാം ദൈവം നമ്മെ കണ്ടറിഞ്ഞ് നമ്മുടെ ആത്മീക വളർച്ചയ്ക്ക് ഒടുവിൽ ദൈവസ്ഥലത്തിച്ചേരുവാനുള്ള ദൈവത്തിൻ്റെ ആഗ്രഹം കൊണ്ടാണ് ആത്മീക താല്പര്യം തന്നെ നമ്മിൽ ഉണ്ടാകുന്നത്. അത് ദൈവത്തിൻ്റെ നീതിയാണ്. പ്രൈസ് ദി ലോർഡ്. അടുത്തപടി, അതിനിമിത്തം നിങ്ങൾ സകല ഉത്സാഹവും കഴിച്ച് വിശ്വാസത്തോട് വീര്യവും, വീര്യത്തോട് പരിജ്ഞാനവും, പരിജ്ഞാനത്തോട് ഇന്ദ്രിയജയവും, ഇന്ദ്രിയജയത്തോട് സ്ഥിരതയും, സ്ഥിരതയോട് ഭക്തിയും, ഭക്തിയോട് സഹോദരപ്രീതിയും, സഹോദരപ്രീതിയോട് സ്നേഹവും. ഇത്ര 8 കാര്യങ്ങളാണ്. അതിൽ 6-ാമത്തെ കാര്യമാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്ന ഭക്തി. മറ്റുള്ള വിഷയങ്ങൾ എവിടെയുണ്ട്, അത് എടുക്കുന്നില്ല. വിശ്വാസം ദൈവം തരുന്നതാണ്. ഗ്ലോറി ടു ഗോഡ്. ആ ബാക്കി കാര്യങ്ങൾ നാം തന്നെ അതിന് തുടക്കമായിട്ട് നമ്മളെ ജീവിതം കൊണ്ട് നമ്മിൽ കടന്നു വരുന്ന, വളർന്നു വരുന്ന കാര്യങ്ങളാണ്. പ്രൈസ് ദി ലോർഡ്. ഇതൊക്കെ നാം വായിച്ചു എന്നൊക്കെ നമ്മൾ കൂട്ടണം. ഇവ നിങ്ങളിൽ ഉണ്ടായി വർദ്ധിച്ചാൽ ആത്മീക കാര്യങ്ങളിൽ ഉത്സാഹം വർദ്ധിക്കുന്നു, ആത്മീക ഫലം നിറഞ്ഞവരായിത്തീരുന്നു നമുക്ക് കാണുവാൻ കഴിയുന്നു. ഹല്ലേലൂയ, സ്തോത്രം. ഇംഗ്ലീഷിൽ നാം നോക്കുമ്പോൾ ഗോഡ്ലിനെസ് എന്നുള്ളതിനെ കെയർഫുൾ ഒബ്സർവൻസ് ഓഫ് ദ ലോസ് ഓഫ് ഗോഡ്, വചനാനുസരണമുള്ള ത്യാഗനിർഭരമായ ജീവിതം എന്നാണ് അതിൻ്റെ അർത്ഥം. പഴയ നിയമത്തിലെ ഒരു മാതൃകാ പുരുഷൻ നാം കാണുന്നത് ഇയ്യോബാണ്. അവനെപ്പോലെ ഭക്തനും നീതിമാനും നിഷ്കളങ്കനും നേരുള്ളവനും ദൈവഭക്തനും
ദോഷം വിട്ടകലുന്നവനും ആരുമില്ല. അങ്ങനെയുള്ള ആളിനെ കണ്ട് അവൻ്റെ ജീവിതത്തിലാണ് ദൈവം അനുഗ്രഹം പകരുന്നത്. ദൈവത്തോടുള്ള ഭക്തി, നീതി, വിശുദ്ധി, വിശ്വാസത്തിലാണ് തുടങ്ങുന്ന വിശ്വാസം ദൈവം നൽകുന്നത്. അതുപോലെ തന്നെ പുതിയ നിയമത്തിൽ നമുക്ക് കാണുവാൻ സെക്കറിയ എന്നൊരു പുരോഹിതൻ, ലൂക്കോസ് 1:5-6 അവൻ്റെ ഭാര്യ എലിസബേത്ത്, ഇരുവരും ദൈവസന്നിധിയിൽ നീതിയുള്ളവരും കർത്താവിൻ്റെ സകല കൽപ്പനകളിലും ന്യായങ്ങളിലും കുറ്റമില്ലാതെ നടക്കുന്നവരുമായിരുന്നു. ന്യായം എന്ന് നോക്കാം. ന്യായങ്ങളിലും ഏതൊക്കെ ന്യായം എന്താണെന്ന് അറിയണമല്ലോ. ന്യായം എന്താണെന്ന് അറിയണമെങ്കിൽ അന്യായം എന്താണെന്ന് അറിയണം. വെളിച്ചം എന്താണെന്ന് അറിയണം, ഇരുട്ടെന്താണെന്ന് അറിയണം. അന്യായം എന്താണെന്ന് ലിസ്റ്റുണ്ട്. 1 കൊരിന്ത്യർ 6:9 ദുർനടപ്പ്, വിഗ്രഹാരാധന, വ്യഭിചാരം, സ്വയഭോഗം, പുരുഷകാമം, കള്ളത്തരം, അത്യാഗ്രഹം, മദ്യപാനം, വാവിഠാണം, പിടിച്ചുപറി, 10 കാര്യങ്ങളാണ്. അന്യായം എന്താണെന്ന് പലർക്കും അറിയത്തില്ല. അറിയാതെ അന്യായം ചെയ്യുകയാണ്. ന്യായം എന്താണെന്ന് അറിയണം. വളരെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. നമ്മൾ കാര്യമാക്കാത്ത കാര്യങ്ങൾ ഇവിടെ പറയുന്നുണ്ട്. അത് ഒക്കെ അന്യായമാണ് ദൈവത്തിൻ്റെ സന്നിധി. നിങ്ങളുടെ അവയവങ്ങളെ അധർമ്മത്തിനായി, അശുദ്ധിക്കും അധർമ്മത്തിനുമായി സമർപ്പിച്ചതുപോലെ പണ്ട് നമ്മുടെ അജ്ഞാനകാലത്ത് അറിവില്ലാതിരുന്നപ്പോൾ നമ്മൾ അറിയാതെ ഇഷ്ടം പോലെ ജീവിച്ചു. എന്നാൽ വചനത്തെക്കുറിച്ചുള്ള അറിവ് ലഭിച്ചപ്പോൾ, ഉപദേശം ലഭിച്ചപ്പോൾ നമ്മൾ പഴയതല്ല മാതൃകയാക്കാതെ ഹല്ലേലൂയ പുതിയൊരു സ്വഭാവത്തിലേക്കും ജീവിതത്തിലേക്കും ഇപ്പോൾ നിങ്ങളുടെ അവയവങ്ങളെ വിശുദ്ധീകരണത്തിനായി നീതിക്ക് അടിമകളായി സമർപ്പിക്കുകയും ഫലം നിത്യജീവൻ. അതുകൊണ്ടാണ് ന്യായമെന്താണെന്ന് അറിയുവാൻ അന്യായത്തെക്കുറിച്ച് ഞാൻ പറഞ്ഞത്. ഒഴിഞ്ഞു മാറേണ്ട ഒത്തിരി കാര്യങ്ങൾ, ഒരു 10 കാര്യങ്ങൾ. പുറത്തു നിന്നുള്ളൊരു വ്യക്തിയെക്കുറിച്ച് നമുക്ക് അപ്പോസ്തലപ്രവൃത്തി 10:28 കാണുന്നു. റോമൻ പട്ടാള ഉദ്യോഗസ്ഥൻ, അവൻ ശതാധിപൻ, അവൻ അധിപനായിരുന്നു. കൊർന്നല്യോസ് എന്ന പേര്. അവൻ്റെ ക്വാളിറ്റി കുടുംബസമേതം ദൈവത്തെ ഭയപ്പെടുന്നവനും എപ്പോഴും പ്രാർത്ഥിക്കുന്നവനും വളരെ ദാനധർമ്മം കൊടുക്കുന്നവൻ, ദർശനമുള്ളവനുമായിരുന്നു. അവൻ വിശ്വാസിയല്ല എങ്കിലും അറിയാതെ അങ്ങനെയുള്ള ഒരു സ്വഭാവ ഗുണം അവനുണ്ടായിരുന്നു. ഹല്ലേലൂയ. അവൻ്റെ സെർവൻസ് പോലും അങ്ങനെ ഒരു നല്ല ക്വാളിറ്റി ഉള്ള ഒരു വിശ്വാസമുള്ളവരൊക്കെ ആയിരുന്നു, ഭക്തരായിരുന്നു. അവൻ ഭക്തനായിരുന്നു, നീതിമാനായിരുന്നു, നല്ല സാക്ഷ്യമുള്ളവനായിരുന്നു, എളിമത്വമുള്ളവനായിരുന്നു. പ്രൈസ് ദി ലോർഡ്. പത്രോസ് വചനം സംസാരിക്കുമ്പോൾ തന്നെ പരിശുദ്ധാത്മാവ് അവനിൽ വന്നു. അപ്പോസ്തലപ്രവൃത്തി അതിൽ നാം കാണുന്നു. പിന്നെ അവൻ സ്നാനമേറ്റു. അനുസരിക്കുവാൻ വിസമ്മതിക്കാതെ അവനും തൻ്റെ കുടുംബമൊക്കെയും സ്നാനമേറ്റു നമുക്ക് കാണുവാൻ കഴിയും. അപ്പോസ്തലപ്രവൃത്തി 46 തുടങ്ങി 48 വരെയുള്ള വാക്യങ്ങൾ. അപ്പോൾ അനുസരിക്കുന്നവരെ ദൈവത്തിന് അറിയാം, പരിശുദ്ധാത്മാവിനെ അറിയാം, ഭക്തരെ അറിയാം. നമ്മുടെ ജീവിതത്തിൽ ദൈവമക്കളാണേലും അല്ലെങ്കിലും ലോകത്തിലുള്ള സകല മനുഷ്യരുടെയും സ്വഭാവങ്ങളും ആഗ്രഹങ്ങളും പോക്കും എല്ലാം ദൈവം അറിയുന്നു. ഗ്ലോറി ടു ഗോഡ്. ഹല്ലേലൂയ. കായീന് ഹാവേലും യാഗം കഴിച്ചു. കായീനിലും അവൻ്റെ യാഗത്തിലും ദൈവം പ്രസാദിച്ചില്ല, ഹാവേലിലും അവൻ്റെ യാഗത്തിലും ദൈവം പ്രസാദിച്ചു. ഹല്ലേലൂയ. കുഞ്ഞുങ്ങൾ ജനിക്കുമോ, ഗുണമോ ദോഷമോ മനസ്സിലാകുന്നതിന് മുമ്പ് ദൈവം ആരെ സ്നേഹിച്ചു, ആരെ വിദ്വേഷിച്ചു നമുക്കറിയാം. ഹല്ലേലൂയ. സ്തോത്രം. ഹല്ലേലൂയ. ദൈവത്തിന് മഹത്വം. ഭക്തിക്ക് പ്രതിഫലമുണ്ട്. ദ റിവാർഡ് ഫോർ ഗോഡ്ലിനെസ്. ഭക്തിക്ക് ലാഭമുണ്ട്. 1 തീമോഥെയോസ് 4:18 ഗോഡ്ലിനെസ് ഈസ് പ്രോഫിറ്റബിൾ അൺടു ഓൾ തിങ്സ്. ദൈവഭക്തി ഇപ്പോഴുള്ളതിനും വരുവാനുള്ള ജീവന്റെയും വാഗ്ദത്തം ഉള്ളതാകയാൽ സകലത്തിനും പ്രയോജനമുള്ളതാണ്. ഭക്തി എന്ന വിഷയത്തിൽ 4-മത്തെ കാര്യം, ഭക്തിയുടെ മർമ്മം.
ഭക്തിയുടെ മർമ്മത്തെക്കുറിച്ച് കാണുമ്പോൾ അത് 1 തീമോഥെയോസ് 3:16 കാര്യങ്ങൾ കാണുന്നുണ്ട്. ജഡത്തിൽ വെളിപ്പെട്ടു കർത്താവ്, ആത്മാവിൽ നീതീകരിക്കപ്പെട്ടു, ദൂതന്മാർക്ക് പ്രത്യക്ഷമായി, ജാതികളുടെ ഇടയിൽ പ്രസംഗിക്കപ്പെട്ടു, ലോകത്തിൽ വിശ്വസിക്കപ്പെട്ടു, തേജസ്സിൽ എടുക്കപ്പെട്ടു എന്നുള്ള 6 കാര്യങ്ങൾ നമുക്ക് കാണാൻ കഴിയും. അതാണ് ഭക്തിയുടെ മർമ്മം. അതിനുശേഷം അഭക്തൻ എന്നുള്ള വിഷയം, ഭക്തിയെക്കുറിച്ച് നമ്മൾ കേട്ടിരുന്ന അഭക്തൻ. 1 തീമോഥെയോസ് 4:7 ഭക്തിവിരുദ്ധമായ കിഴവികഥകളെ ഒഴിച്ച്, ഭക്തിവിരുദ്ധമായ കിഴവിക്കഥ ദൈവഭക്തിക്ക് തക്കവണ്ണം അഭ്യാസം ചെയ്യുക എന്ന് കാണുന്നുണ്ട്. അതിൻ്റെ 2-ാം വാക്യം, എന്നാൽ ഭാവികാലത്ത് ചിലർ വ്യാജാത്മാക്കളെയും ഭൂതങ്ങളുടെ ഉപദേശങ്ങളെയും ആശ്രയിച്ച് ഫോഷ്ക് പറയുന്നവരുടെ കപടത്താൽ വിശ്വാസം ത്യജിക്കും. വേഴ്സ് 2 and 3. അവർ സ്വന്തം മനസാക്ഷിയിൽ ചൂടുപിടിച്ച് വിവാഹം വിലക്കുകയും ദൈവം നമുക്ക് ഭക്ഷിപ്പാൻ അനുവദിച്ചിരിക്കുന്ന ആഹാരങ്ങൾ അത് ഉപയോഗിക്കരുത് നമ്മെ വിലക്കുകയും ചെയ്യും. ആവശ്യമില്ലാത്ത കാര്യങ്ങൾ അവർ ഇടപെടും. അടുത്ത കാര്യം ഭക്തിയുടെ ശുശ്രൂഷ. 1 തീമോഥെയോസ് 5:1 ഹല്ലേലൂയ. പഠിപ്പിക്കേണ്ടത് എങ്ങനെയാണ് ഭക്തിയുടെ ശുശ്രൂഷ? മൂത്തവരെ ഭത്സിക്കാതെ അപ്പനെ പോലെ കരുതുക, പഠിപ്പിക്കേണ്ട കാര്യം. 2, ഇളയവരെ സഹോദരന്മാരെ പോലെ കരുതുക. 3, മൂത്ത സ്ത്രീകളെ അമ്മമാരെ പോലെ കരുതുക. അടുത്ത കാര്യം 4, ഇളയ സ്ത്രീകളെ പൂർണ്ണ നിർമ്മലതയോട് സഹോദരിമാരെ പോലെ പ്രബോധിപ്പിക്കുക. ഇളയ സ്ത്രീകളെ പ്രത്യേകം ശ്രദ്ധിക്കണം. പൂർണ്ണ നിർമ്മലതയോടുകൂടെ അടുക്കാൻ പാടുള്ളൂ. അടുത്ത കാര്യം 5-ാമത്തെ കാര്യം, സാക്ഷാൽ വിധവമാരെ മാനിക്കുക. സാക്ഷാലാണെന്നോ അല്ലെന്ന് നമുക്ക് കണ്ടുപിടിക്കണം. 6, വീട്ടിൽ മാതൃക പാലിക്കുക. ഇതാണ് ഭക്തിയുടെ ശുശ്രൂഷ. 7-ാമത്തെ കാര്യം ഭക്തിയുടെ വളർച്ച. 2 പത്രോസ് 1:5-7, 2 Peter chapter 1 verse 5-7. വിശ്വാസത്തോടെ വീര്യവും, വീര്യത്തോട് പരിജ്ഞാനവും, പരിജ്ഞാനത്തോട് ഇന്ദ്രിയവും, ഇന്ദ്രിയത്തോട് സ്ഥിരതയും, സ്ഥിരതയോട് ഭക്തിയും, ഭക്തിയോട് സഹോദരപ്രീതിയും, സഹോദരപ്രീതിയോടെ സ്നേഹവും കൂട്ടിക്കൊള്ളുവീൻ. 8 കാര്യം. വിശ്വാസമാണ് തുടക്കം. അത് ദൈവം തരുന്നതാണ് വിശ്വാസം. ദൈവം അത് ഇച്ഛിക്കുന്നവർക്ക് നൽകും. അതേ തുടർന്ന് നമ്മിൽ പടിപടിയായി അത് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ സാധിച്ചെടുക്കുകയും കാഴ്ചയെടുക്കേണ്ടതുമായ വിശേഷങ്ങളാണ്, ഗുണവിശേഷങ്ങളാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അങ്ങനെയല്ലാത്തവർ ഹൃസ്വദൃഷ്ടിയുള്ളവരും, ഗ്ലോറി ടു ഗോഡ്, ഹല്ലേലൂയ, ഹൃസ്വദൃഷ്ടിയുള്ളവരും, ഹല്ലേലൂയ, മോചിക്കപ്പെട്ട പാപങ്ങളെ പിന്നെയും ജീവിതത്തിൽ നടപ്പിൽ വരുത്തുന്നവരുമായി പിന്മാറ്റക്കാരായി മാറും എന്ന് ഇവിടെ പറഞ്ഞിരിക്കുന്നു. അടുത്തായിട്ട് 7-ാമത്തെ കാര്യം ഭക്തിയുടെ പ്രായോഗികത. പ്രാക്ടീസ് ഗോഡ്ലിനെസ് അറ്റ് ഹോം. 1 പത്രോസ് 4:5-6, 1 Peter chapter 4 verse 5-6. പാപം വിട്ടൊഴിഞ്ഞ് കാമാർത്ഥികളിലും മോഹങ്ങളിലും വീഞ്ഞുകുടിയിലും വെറിക്കൂത്തുകളിലും മദ്യപാനങ്ങളിലും ധർമ്മവിരുദ്ധമായ വിഗ്രഹാരാധനയിലും കാലം പോക്കിയത് മതി. പ്രൈസ് ദി ലോർഡ്. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.